ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഗ്ലാസ് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിനുശേഷം വെള്ളം കളഞ്ഞു വെക്കണം. ഇനി അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞതും 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഈ അരി വേവിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് സൺഫ്ലവർ ഓയിലും ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോറ് 3/4 വേവ് കഴിയുമ്പോൾ ഊറ്റിയെടുക്കണം. ചോറ് 3/4 വേവായപ്പോൾ ഞാൻ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇതധികം വെന്ത് പോവരുത്. ചോറ് വേവിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവാള, 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് കാബേജ്, ഒരു ക്യാപ്സിക്കം, ഹാഫ് റെഡും ഹാഫ് ഗ്രീനും. വെജിറ്റബിൾസ് എല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില, 2 പച്ചമുളക്. 1 സ്പൂൺ ബട്ടർ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇനി വെജിറ്റബിൾ എല്ലാം വഴറ്റിയെടുക്കാം. ആദ്യം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാ പച്ചക്കറിക്കും പകുതി വേവേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പച്ചക്കറി അധികം വെന്ത് പോവരുത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. ഇനി അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.